إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، يعلم خائنة الأعين وما تخفي الصدور، فإنه لا يخفى عليه خافية. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറെ ആദരണീയരായ സ്നേഹ സമ്പന്നരായ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ, നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും കാത്തു സൂക്ഷിക്കുകയും പ്രത്യേകിച്ചും നാം ഒറ്റപ്പെടുന്ന നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഈ വിധിവിലക്കുകൾ പുലർത്തിയും ജീവിതം അർത്ഥമുള്ളതാക്കണമേ എന്ന് അതർഹിക്കുന്ന ഗൗരവത്തിൽ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിലുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന ഒരടിമയായിക്കൊണ്ട് ആ റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട്, അതിലേറെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധം അതിന്റെ ഉച്ചിയിലെത്തി നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചില അക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സമയത്ത് ശത്രുക്കൾ, തക്കം പാർത്തിരുന്ന ശത്രുക്കൾ ഒളിയമ്പുകൾ കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ സന്ദർഭത്തിൽ അവിടെ ഏറെ ഓർക്കപ്പെടുന്ന, ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു നാമമാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ നാമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വന്നിരുന്ന കൂർത്ത അമ്പുകളെ അദ്ദേഹം പ്രതിരോധിച്ചത് അദ്ദേഹത്തിന്റെ പരിച കൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കവചം തീർത്ത വ്യക്തിയായിരുന്നു അബൂ ദുജാന റളിയല്ലാഹു അൻഹു. എനിക്കെന്ത് സംഭവിച്ചാലും, എന്റെ ശരീരത്തിൽ
എന്ത് തന്നെ മുറിഞ്ഞു പോയാലും ശരി, എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഒരു പോറലേൽപ്പിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് സമ്മതിക്കില്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹം കവചം തീർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരാളോടുള്ള സ്നേഹം അത് ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ് ജീവനിലേറെ സ്നേഹിക്കുക എന്ന് നമ്മൾ പറയാം. അതല്ലെങ്കിൽ അത് വാക്കിലേ ഉണ്ടാവുള്ളൂ. ആ ജീവനിലേറെ എന്നുള്ളത് വാക്കിലേ ഉണ്ടാവുള്ളൂ. അത് ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ് സ്വന്തം ജീവൻ വരെ ബലി കൊടുത്തുകൊണ്ട് ഒരാൾക്ക് വേണ്ടി പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിന്റെ വ്യാപ്തി നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, സഹാബാക്കൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ, ഖുർആൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ആ സഹാബാക്കൾ ഉണ്ടല്ലോ, ആ സഹാബാക്കളോളം വരില്ല നമ്മുടെ പ്രവാചക സ്നേഹം. അദ്ദേഹത്തെ കണ്ടുകൊണ്ട്, അറിഞ്ഞുകൊണ്ട്, സേവനം അനുഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കൂടിയ ആ സഹാബാക്കൾ ഉണ്ടല്ലോ, അവരോടൊപ്പം വരില്ല നമ്മുടെ പ്രവാചക സ്നേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഹാബാക്കൾക്കെല്ലാം അതിനു വേണ്ടി ഓഫർ ചെയ്തത്, അവരുടെ രക്തവും അവരുടെ സമ്പാദ്യവും എല്ലാം പ്രവാചകന് വേണ്ടി, ദീനിന് വേണ്ടി സമർപ്പിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു ഓഫർ ചെയ്തത് സ്വർഗ്ഗമാണ്, അൽ ഹസ്ന. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ അത്രത്തോളം ജീവനിലേറെ, ജീവന് തുല്യമല്ലോ, ജീവനിലേറെ ഇഷ്ടപ്പെട്ടിരുന്നു, സ്നേഹിച്ചിരുന്നു. ആ ഒരു അതിന്റെ ചരിത്രം ഓർക്കുമ്പോ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന മറ്റൊരു പേരാണ് തൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അദ്ദേഹത്തിന് ആ ഉഹദിൽ വെച്ച് നഷ്ടപ്പെട്ട ആ കയ്യിന്റെ സ്വാധീനം മരണം വരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ്. പ്രിയമുള്ളവരെ, അത് അദ്ദേഹം ആ കൈ നഷ്ടപ്പെടുത്തിയത് അദ്ദേഹം ജീവനിലേറെ സ്നേഹിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, അത്രത്തോളം തന്റെ ജീവന്റെ ജീവനായിക്കൊണ്ട് ജീവനിലേറെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ സഹാബാക്കളെല്ലാം സ്നേഹിച്ചിരുന്നു, അവരെല്ലാം നെഞ്ചുകയറ്റിയിരുന്നു. പ്രിയമുള്ളവരെ, അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആളുകൾ, ശത്രുക്കൾ കൊല്ലാൻ നടക്കുകയാണ് എന്നറിഞ്ഞിട്ട് കൂടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരം പ്രവാചകന്റെ പുതപ്പിൽ കിടന്നുറങ്ങിയ സഹാബിയാണ് അലി റളിയല്ലാഹു അൻഹു. തന്റെ ജീവൻ അപായമാണ്, ശത്രുക്കൾ അപായപ്പെടുത്തും എന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം തന്റെ ജീവൻ തന്നെ സമർപ്പിച്ചു. ആർക്ക് വേണ്ടി? ദീനിന് വേണ്ടി, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, അതായിരുന്നു സഹാബാക്കൾ. അതുകൊണ്ടാണ് നമ്മളെയൊന്നും തെരഞ്ഞെടുക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുരുഷന്മാരെ, ഈ സ്ത്രീകളെ സഹാബാക്കളായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത്. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടിട്ടില്ലേ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്ന ഒരു സംസാരം, റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ അന്ന അഹദഹും, പ്രവാചകരെ, അവരിൽ ആരെങ്കിലും ഒരാൾ, നദറ തഹ്ത ഖദമൈഹി ലഅബ്സർന, പ്രവാചകരെ, അവരിൽ ആരെങ്കിലും ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണൂലേ റസൂലെ? കാൽഭാഗത്തേക്ക് ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ പ്രവാചകരെ, ഗുഹയിൽ ഇരിക്കുന്ന നമ്മളെ കാണൂലേ എന്ന് ചോദിച്ചാൽ ചോദ്യം ഉണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഉലമാക്കൾ വിശദീകരിക്കുന്നത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചത് തന്റെ ജീവൻ അപായപ്പെടുന്നു വിചാരിച്ചിട്ടല്ല, തന്റെ കൂടെയുള്ള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കോ എന്ന് ചോദിച്ചിട്ടാണ്. ഉലമാക്കൾ പറയാം, പ്രിയമുള്ളവരെ, അവരുടെ ഒരു സ്നേഹം നോക്കി നിങ്ങൾ, അവരുടെ ആ ഒരു പ്രവാചക സ്നേഹം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ അവസാന നിമിഷത്തിൽ അബൂ സുഫിയാൻ വധിക്കാൻ പോവാ. അവസാന നിമിഷത്തിൽ ഓഫർ കൊടുക്കുക, ജീവൻ നിലനിർത്താൻ വേണ്ടി ഓഫർ കൊടുക്കുക. കൊടുത്ത ഓഫർ നമുക്കറിയാം, അയസുറുക അന്ന മുഹമ്മദൻ ഇൻദനാ അൽആൻ,
മകാനക നദ്രിബു അൻകഹു വഅന്നക ഫീ അഹ്ലിക്. ഞങ്ങള് നിന്നെ സുരക്ഷിതമായി കൊണ്ട് വീട്ടിൽ കൊണ്ട് ഇരുത്താം, പകരം നീ ഏറെ സ്നേഹിക്കുന്ന ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തല വെട്ടാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് തരുമോ? അതിനെ കുറിച്ച് നീ ആലോചിക്കുന്നുണ്ടോ? അത് നിനക്ക് സന്തോഷമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം കൊടുത്ത ഇഷ്ടത്തിന്റെ ആധിക്യത്താൽ, സ്നേഹത്തിന്റെ മൂർധന്യാവസ്ഥയിൽ അദ്ദേഹം കൊടുത്ത ആ ഒരു മറുപടി, പ്രിയമുള്ളവരെ, മായസുറുനി ഇന്നി ഫീ അഹ്ലി വഅന്ന മുഹമ്മദൻ ഫീ മകാനി അല്ലദീ ഹുവ ഫീ തുസീബുഹു ശൗകതൻ തുഅ്ദി. ഞാന് വീട്ടിൽ പോയി ഇരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പകരം ഇവിടെ കൊല്ലപ്പെടുക എന്നത് പോയിട്ട് അദ്ദേഹത്തിന് ഒരു മുള്ള് തറക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് എന്നോടാണോ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പ്രതികരിച്ചത്. പ്രിയമുള്ളവരെ, രക്ഷപ്പെടാൻ, മരണത്തിന്റെ ആ ഒരു അവസാന ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും ഒന്ന് വഞ്ചിച്ചാൽ മതി, ചെറിയൊരു ചതി നടത്തിയാൽ മതി. പക്ഷേ പ്രിയമുള്ളവരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു യുദ്ധത്തിന്റെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോ ഒരു സ്ത്രീ വന്നിട്ട്, ഉഹദ് യുദ്ധത്തിന്റെ തിരക്ക് കഴിഞ്ഞപ്പോ ഒരു സ്ത്രീ വന്നിട്ട്, ആ സ്ത്രീയുടെ ബന്ധുക്കാർ, ഭർത്താവൊക്കെ യുദ്ധത്തിന് പങ്കെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല, സഹാബാക്കൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവരിങ്ങനെ വന്നപ്പോ കുടുംബക്കാരെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാവെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു കൊടുത്തപ്പോ അവര് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ റസൂലിന്റെ അവസ്ഥ എന്താണ്, എന്റെ പ്രവാചകന്റെ അവസ്ഥ എന്താണ് എന്നാണ് അവർ ചോദിച്ചത്. പ്രിയമുള്ളവരെ, അറൂനി ഹത്ത അൻദുറ ഇലൈഹി, നിങ്ങൾ പറഞ്ഞാ പോലെ എനിക്ക് കാണണം, എന്റെ പ്രവാചകനെ എനിക്ക് സുരക്ഷിതനായിക്കൊണ്ട് കാണണം. പ്രിയമുള്ളവരെ, അതായിരുന്നു ആ സ്വഹാബാക്കളുടെ ആകമാനമുള്ള ഒരു വികാരം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്ര ഇഷ്ടമായിരുന്നു. പ്രിയമുള്ളവരെ, അവർ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു, സ്നേഹിച്ചിരുന്നു ആ പ്രവാചകൻ. പ്രിയമുള്ളവരെ, ഹുദൈബിയ സന്ധിയിൽ കരാർ എഴുതുന്ന സമയത്ത് മുശ്രിക്കീങ്ങള് പ്രവാചകനെയും സഹാബത്തിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിക്കാണാൻ. ആ സമയത്ത് ഉർവത്ത് ബിൻ മസ്ഊദ് എന്ന ഖുറൈശികളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആ സന്ദർഭത്തെ കുറിച്ച് പറയുന്നത് എന്താ അറിയോ? ആ സന്ദർഭത്തെ കുറിച്ച് പറയാണ്, വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂക് വവഫത്തു അലാ ഖിസ്റ വഖൈസർ വന്നജാശി. ഞാന് ഈ രാജാക്കന്മാരുടെ അടുത്തൊക്കെ പോയിട്ടുണ്ട്, അവരുടെ അണികളെ അവരെ മുന്നിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഖിസ്റയെയും കൈസറിനെയും നജാശിയെയും അതല്ലാത്തവരൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്, ഓരോ അണികളെയും കണ്ടിട്ടുണ്ട്. വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ സഹാബാക്കൾ, അവിടുത്തെ സഹാബാക്കൾ ഇഷ്ടപ്പെടുന്നത് പോലെ, ബഹുമാനിക്കുന്നത് പോലെ ഒരു മറ്റു രാജാവിനെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, അവരുടെ സ്നേഹത്തിന്റെ ആധിക്യം അത്രത്തോളം, അവരുടെ ബഹുമാനം അത്രത്തോളം. ഇത് വെച്ച് പിടിപ്പിച്ചതല്ല, ഇത് വെച്ച് കെട്ടിയതല്ല, പറഞ്ഞുണ്ടാക്കിയതല്ല, ഉള്ളിൽ നിന്ന് വന്നതാണ്. ദീന് മനസ്സിലാക്കിക്കൊണ്ട്, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഉള്ളിൽ നിന്ന് വന്ന ഇഷ്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം, പ്രിയമുള്ളവരെ, ഇവരെല്ലാം ഇത്രത്തോളം പ്രവാചകനെ ഇഷ്ടപ്പെട്ടിട്ട്, പ്രവാചകനെ ഇത്രത്തോളം അറിഞ്ഞിട്ട് അവർക്കൊന്നും അറിയാത്ത ഒരു പ്രവാചക സ്നേഹം എങ്ങനെയാണ് ഇന്നത്തെ സമൂഹത്തിന് കിട്ടിയത്? ഞാൻ ചോദിച്ചു വരുന്നതല്ല. ഇവരൊക്കെ ഇത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ട്, ഇത്രത്തോളം പ്രവാചകന് വേണ്ടി സമർപ്പിച്ചിട്ട് നമ്മളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. പറയുന്ന ഞാൻ പോലും, കേൾക്കുന്ന നിങ്ങൾ പോലും നമ്മുടെ ജീവൻ ത്യജിച്ചിട്ടുണ്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി? ഇല്ലല്ലോ. പക്ഷേ അതിനെല്ലാം തയ്യാറായിട്ടുണ്ടായിരുന്ന സഹാബാക്കൾ, പ്രിയമുള്ളവരെ, ഇവരെങ്ങനെ ഈ പ്രവാചക സ്നേഹത്തെ കുറിച്ച് അറിയാതെ പോയി? ഇന്ന് നടക്കുന്ന നബിദിനം, മൗലിദ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു സമ്പ്രദായത്തെ കുറിച്ച് പ്രിയമുള്ളവരെ
അവരെങ്ങനെ അറിയാതെ പോയി? നമ്മളൊന്ന് ആലോചിക്കണം. ഏകദേശം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു നൂറ്റാണ്ട് സഹാബാക്കളോട് ജീവിച്ചിട്ടുണ്ട്. ആലോചിക്കണം, ഒരു നൂറ്റാണ്ട്. അവസാനമായി കൊണ്ട് മരണപ്പെട്ട സഹാബി അബൂ തുഫൈൽ എന്ന സഹാബിയാണ്. ഹിജ്റ 110 ഹിജ്റ 110 അവസാനം മരണപ്പെടുന്ന സഹാബി അദ്ദേഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുട്ടിയായിരിക്കുമ്പോൾ കണ്ടതാണ്. 99 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന ഹിജ്റ 11. ഏകദേശം ഒരു നൂറ്റാണ്ട് കാലം സ്വഹാബാക്കൾ ഇവിടെ ജീവിച്ചിരുന്നിട്ട്, പ്രിയമുള്ളവരെ, നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി, നമ്മളൊന്ന് നോക്കി നോക്കി, ഇന്ന് പഠിച്ചു നോക്കി. ഇത്രയും ലക്ഷക്കണക്കിന് സ്വഹാബാക്കൾ ഉണ്ടായിട്ട് ഒരു നൂറ്റാണ്ട് കാലം ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്വഹാബി, ഒരൊറ്റ സ്വഹാബി ഇതുപോലത്തെ ഒരു മൗലിദ് നടത്തി കാണിച്ചു തന്നത്, ഇതുപോലൊരു നബിദിനം കാണിച്ചു തന്നത്, ഇതുപോലെ പ്രവാചക സ്നേഹം എന്ന പേരിലുള്ള പേക്കൂത്തുകൾ കാണിച്ചു തന്നത് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത് നമ്മളൊന്ന് പഠിച്ചു നോക്കാം. നമ്മുടെ പരലോകത്തിന് വേണ്ടി നമ്മളൊന്ന് പഠിച്ചു നോക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ പഠിച്ചിടത്തോളം അറിഞ്ഞിടത്തോളം അങ്ങനെ ഒരു മാതൃക ഈ കഴിഞ്ഞ സഹാബാക്കളിൽ നിന്ന് ഇല്ല. അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ്. അവരെങ്ങാനും ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. കാരണം എന്താ? അള്ളാഹ് തൃപ്തിപ്പെട്ടവരല്ലേ. ഒരു ചെയ്തത് നമുക്ക് ധൈര്യത്തിൽ ചെയ്തൂടെ? എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് ചെയ്യാറില്ല. പോട്ടെ, ഏതെങ്കിലും ഒരു റബ്ബിയല്ല വലിയ അവരത് ചെയ്തിരുന്നെങ്കിൽ നമുക്കത് ചെയ്യാറില്ല പ്രിയമുള്ളവരെ. പക്ഷേ ഈ പ്രമാണങ്ങളെല്ലാം പരിശോധിച്ചിട്ടും ഒരൊറ്റ വരി പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് നബിദിനം എന്നുള്ളത്, ഇത്തരം പ്രവർത്തനങ്ങൾ ഈ സഹാബാക്കൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള പ്രിയമുള്ളവരെ കാണിച്ചു തന്നിട്ടില്ല. ശേഷമുള്ള താബീങ്ങളും കാണിച്ചു തന്നിട്ടില്ല പ്രിയമുള്ളവരെ. പിന്നെ എങ്ങനെ നമുക്കത് ചെയ്യാൻ സാധിക്കും? ആ പ്രവാചകനോട് ഇഷ്ടമുണ്ട് എന്ന് പറയുന്ന നമുക്ക്, സ്നേഹമുണ്ട് എന്ന് പറയുന്ന നമുക്ക്, ഹുബ്ബുണ്ട് എന്ന് പറയുന്ന നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും? അവര് കാണിച്ചു തരാത്തൊന്ന് നമുക്ക് എങ്ങനെ കാണിച്ചു തരാൻ പറ്റും? എന്തെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ അവരത് മുൻകടക്കുമായിരുന്നില്ല പ്രിയമുള്ളവരെ. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെക്കാൾ ധൃതി കാണിക്കുമായിരുന്നില്ലേ? നമ്മളെക്കാൾ നന്മയിൽ മാത്സര്യ ബുദ്ധിയുള്ളവരായിരുന്നു സഹാബാക്കൾ പ്രിയമുള്ളവരെ. അത് നമ്മൾ മറന്നുപോകരുത് പ്രിയമുള്ളവരെ. സത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ, അറിയാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു വ നസ്തഗ്ഫിർ. ഇബാദല്ലാഹ് തഖുല്ലാഹ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുന്ന ഒരു ആയത്ത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നവർക്ക്, ഇഷ്ടപ്പെടുന്നവർക്ക് എന്താ റിവാർഡ്? യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നവർക്ക്, റസൂലുള്ളാഹ് പറഞ്ഞ പോലെ ഇഷ്ടപ്പെടുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും. എന്നിട്ടോ വയഗ്ഫിർ ലക്കും, അല്ലാഹ് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുത്തരുകയും ചെയ്യും. പ്രിയമുള്ളവരെ, വലിയ സംഗതിയാണ്. എന്ത്? പ്രവാചകനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് വലിയ സംഗതിയാണ്. അത് ഒരു ദിവസമോ 2 ദിവസമോ 1 മാസമോ ഉള്ളതല്ല. നമ്മുടെ ശ്വാസം നിലക്കുന്നത് വരെ ബാധ്യതയുണ്ട് ആദ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നമ്മുടെ ശ്വാസം നിലക്കുന്നത് വരെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് കടപ്പാടുണ്ട് പ്രിയമുള്ളവരെ. ആ പ്രവാചക സ്നേഹം ഒരു ദിവസമോ 2 ദിവസമോ അതല്ലെങ്കിൽ 1 മാസത്തിലോ ഒതുങ്ങുന്ന ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. പഠിക്കാൻ, അറിയാൻ വേണ്ടി ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ കാന اليوم الذي دخل فيه رسول الله صلى الله عليه وسلم المدينة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് കയറി വന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് അല്ലാഹു മിൻഹാ കുല്ല ഷൈ, എല്ലാം പ്രകാശപൂരിതമായി.
അത്രത്തോളം ബറക്കത്തുണ്ടായിരുന്നു, അത്രത്തോളം സന്തോഷമുണ്ടായിരുന്നു ആ ദിവസത്തിന്. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട, അവിടുന്ന് വഫാത്തായ ദിവസമുണ്ടല്ലോ, എല്ലാ കാര്യവും ഇരുട്ടിലാണ്ടുപോയി എന്നുള്ളതാണ് പ്രിയമുള്ളവരെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉലമാക്കൾ നമ്മൾ പഠിച്ചു നോക്കാം. ഇപ്പോ പഠിക്കാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ടല്ലോ. ചരിത്രം പരിശോധിച്ച് നോക്കുക. ഉലമാക്കൾ പറയുന്നത് എന്താ അറിയോ? റബീഉൽ അവ്വൽ മാസത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് എന്നതിന് ഭൂരിപക്ഷ അഭിപ്രായം സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചു നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് റബീഉൽ അവ്വൽ മാസത്തിലാണെന്ന് ഭൂരിപക്ഷം ഉലമാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ആ പ്രവാചകനോട് സ്നേഹമുള്ള ആളുകൾക്ക്, ആ പ്രവാചകനോട് ഇഷ്ടമുള്ള ആളുകൾക്ക് എങ്ങനെ ആ മാസത്തിൽ ആഘോഷിക്കാൻ പറ്റും? ആ മാസത്തിൽ എങ്ങനെ തുള്ളിച്ചാടാൻ പറ്റും? പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12 തന്നെ കരുതുക. പഠിക്കണം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിൽ 12 തന്നെ നമ്മൾ കരുതിയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് എന്താ പറഞ്ഞാൽ, നമ്മൾ ആ റസൂലിനെ ഇഷ്ടപ്പെടുന്നവരല്ലേ, ആ റസൂലിനെ അനുസരിക്കണം എന്ന് ആഗ്രഹമുള്ളവരല്ലേ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? തിങ്കളാഴ്ച ദിവസം, ഞാൻ ജനിച്ച ദിവസം, ആ ജനിച്ച ദിവസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പ് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതാണ്, ആ റസൂലിനോട് ഇഷ്ടമുള്ളവരാണ് എങ്കിൽ നിങ്ങൾ എന്താക്കണം? ആ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കണം. നെയ്ച്ചോറും ബീഫും തിന്നില്ല, നോമ്പെടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറയുമ്പോൾ, അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തിങ്കളാഴ്ച ദിവസം നിങ്ങൾ നോമ്പെടുക്കണം. ഫീഹി ഉലിതു, അന്ന ദിവസം ഞാൻ ജനിച്ചതാണ്. പ്രിയമുള്ളവരെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായി കൊണ്ട് പഠിക്കുക, അറിയുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് മാത്രം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. സഹാബാക്കൾ അവിടുന്ന് ഒപ്പിയെടുത്ത് പറഞ്ഞ കാര്യങ്ങൾ, ചെയ്തു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. അതല്ലാത്ത വിദഅത്തുകൾ, അനാചാരങ്ങൾ പാടെ അകറ്റി നിർത്താൻ, നമ്മുടെ പരലോകത്തിന് വേണ്ടി അകറ്റി നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളുടെ വിട പറഞ്ഞു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമുക്കേറെ വേണ്ടപ്പെട്ട നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, ഭാര്യ ഭർത്താക്കന്മാർ, സഹോദരി സഹോദരന്മാർ, അള്ളാഹു ഏവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടുള്ള, സുന്നത്ത് പിൻപറ്റിക്കൊണ്ടുള്ള ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും, മുസീബത്തിൽ നിന്നും, പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം അള്ളാഹു എത്രയും പെട്ടെന്ന് വീട്ടുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آل محمد. أقم الصلاة.